നമസ്കാരം. ആഗോളതലത്തിൽ ഇന്ത്യ സൈനിക നവീകരണത്തിന് ഒരുങ്ങുകയാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഇന്ത്യ സൈനിക വിദഗ്ധരെ നിയമിക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ലോകമെമ്പാടുമായി 26 മിഷനുകളാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. ഇന്ത്യയിലേക്ക് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്ന കൗതുകം ശക്തമായിട്ടുണ്ട്. ആഗോളതലത്തിൽ സൈനിക ശക്തി വികസിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യക്കുള്ളത്. പ്രധാനമായിട്ടും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സൈനിക നവീകരണത്തിനായിട്ടാണ് ഇന്ത്യ പദ്ധതിയിടുന്നത്. ആഫ്രിക്കയിൽ കൂടാതെ അർമേനിയ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലും സൈനിക വിദഗ്ധരെ ഇന്ത്യ അയക്കാൻ തീരുമാനിക്കുന്നു എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യൻ പ്രതിരോധ വിദഗ്ധരെ ഫിലിപ്പീൻസ്, ഐവറി കോസ്റ്റ് എന്നിവിടങ്ങളിലേക്ക് ആദ്യമായിട്ടാണ് ഇന്ത്യ അയക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. പോളണ്ടിലേക്കും ഇന്ത്യ ആദ്യമായി സൈനിക വിദഗ്ധരെ അയക്കുമെന്ന വിവരമുണ്ട്. അർമേനിയയിലും ഇന്ത്യ സൈനിക വിദഗ്ധനെ നിയമിക്കും. ഇന്ത്യൻ ആയുധങ്ങൾ അർമേനിയ വാങ്ങുന്നത് വാർത്തകളിലൊക്കെ ഇടം പിടിച്ചിരുന്നു. ആയുധങ്ങളും യുദ്ധ സംവിധാനങ്ങളും ഒക്കെ വലിയ തോതിലാണ് അർമേനിയയിലേക്ക് ഇന്ത്യ നൽകിയത്. ആഗോളതലത്തിൽ തദ്ദേശീയ മികവ് ശക്തമാക്കുന്നതിനിടെയാണ് ഇന്ത്യയുടെ ഈ പുതിയ നീക്കം. എത്യോപ്യയിലേക്കും ഇന്ത്യ സൈനിക വിദഗ്ധനെ അയക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പതിറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് എത്യോപ്യയിലേക്ക് സൈനിക വിദഗ്ധനെ ഇന്ത്യ അയക്കുന്നത്. ജിബൂട്ടിയിലും ഇന്ത്യ വിദഗ്ധരെ നിയമിക്കും. ചുരുക്കി പറഞ്ഞാൽ ലോകമെമ്പാടും 26 ദൗത്യങ്ങൾക്കാണ് ഇന്ത്യ ഇപ്പോൾ പദ്ധതിയിടുന്നത്. 18 എണ്ണത്തിലധികവും ആഫ്രിക്കയിലാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. വ്യാപാരം, പ്രതിരോധം, അതേപോലെ വിദ്യാഭ്യാസം, സുരക്ഷ തുടങ്ങിയ മേഖലകളിലൊക്കെ ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് തണലാകാൻ, അവർക്ക് കരുത്താകാൻ ഇന്ത്യ നിരന്തരം പരിശ്രമിക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ ഇന്ത്യയുടെ സൈനിക നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താനും കൂടുതൽ കരുത്തുറ്റതാക്കാനുമാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. G20 ഉച്ചകോടിയിൽ ആഫ്രിക്കൻ യൂണിയനെ അംഗമാക്കുവാനുള്ള ശ്രമങ്ങൾക്ക് ഇന്ത്യ വലിയ പങ്കാണ് വഹിച്ചത്. എന്തായാലും ഇന്ത്യയിലേക്ക് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. എന്തൊക്കെ നീക്കങ്ങളിലേക്കാണ് രാജ്യം കടക്കുക, എന്തൊക്കെ പദ്ധതികളാണ് അണിയറയിൽ ഒരുങ്ങുക, ഇതൊക്കെ വലിയ ആകാംക്ഷയോടെ തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ത്യൻ സൈന്യം ദിനംപ്രതി പരിഷ്കാരങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും മാറ്റങ്ങൾക്കും ഒക്കെ വിധേയമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. കാരണം ദീർഘകാലത്തേക്കുള്ള പദ്ധതികളാണ് ഇന്ത്യ നടപ്പിലാക്കുന്നത്. സൈന്യത്തിന് മെച്ചപ്പെട്ട പുരോഗതിയും സൈന്യത്തിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കാനുമുള്ള അക്ഷീണ ശ്രമത്തിലാണ് ഇന്ത്യ. ഇന്ത്യൻ സൈന്യം ലോകത്തിന് തന്നെ മാതൃകയാണ് എന്ന് വേണം പറയാൻ. ഇന്ത്യയുടെ സൈന്യം ഒരു വമ്പൻ സൈന്യമാണ്. 14 ലക്ഷം പേരുടെ സൈന്യമാണ് ഇന്ത്യക്കുള്ളത്. ഇനിയും ആ സംഖ്യ കൂടുക തന്നെ ചെയ്യും. ഈ 14 ലക്ഷത്തിൽ 8 ലക്ഷത്തോളം പേർ സജീവ സൈനികരാണെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. സൈനിക ബജറ്റ്, സൈനികരുടെ എണ്ണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ മികച്ചതാണ്, മുൻപന്തിയിൽ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ രാജ്യത്തെ സൈനികരുടെ മികവ് കൂട്ടാനും രാജ്യസുരക്ഷയടക്കം വിവിധ വിഷയങ്ങളിൽ അതീവ ശ്രദ്ധയാണ് ഇന്ത്യ കൊടുക്കുന്നത്. സൈന്യത്തിന്റെ കരുത്ത് കൂട്ടാനായിട്ട് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനും പ്രതിരോധ മന്ത്രാലയം ശ്രമിക്കാറുണ്ട്. രാജ്യസുരക്ഷയിൽ നമ്മുടെ സൈന്യം, ഇന്ത്യൻ സൈന്യം ചെലുത്തുന്ന പങ്ക് വിലമതിക്കാനാകാത്തതാണെന്നാണ് പ്രതിരോധ മന്ത്രി ഈ അടുത്ത് പറഞ്ഞത്. അതിർത്തി കാക്കുന്നതിലും അതുപോലെ തന്നെ ഭീകരതയ്ക്കെതിരെ പോരാടുന്നതിലും പ്രതിസന്ധികളിൽ പതറാതെ രാജ്യത്തെ സഹായിക്കുന്നതിനും സുരക്ഷിതമാക്കുന്നതിനും ഇന്ത്യൻ സൈന്യം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ വലിയ അഭിനന്ദനമാണ് ഇവർക്ക് സൈന്യത്തിന് ലഭിക്കുന്നതും. ശക്തമായ പ്രതിരോധമാണ് ഇന്ത്യൻ സൈന്യം നടത്തി വരുന്നത്. സേനയിലുള്ള വിശ്വാസം ഓരോ ദിവസവും കൂടുകയുമാണ്. കാലാനുസൃതമായ മാറ്റങ്ങൾക്കനുസരിച്ചിട്ടാണ് ഇന്ത്യൻ സൈന്യം അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിരോധ രംഗം മുന്നേറുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശീയ നിർമ്മിതികൾക്ക് ഇപ്പോൾ വലിയ പ്രാധാന്യം രാജ്യം കൊടുക്കുന്നുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ പ്രാദേശികവൽക്കരണത്തിന് നൽകിയ ഊന്നൽ ഏറ്റവും കൂടുതൽ കരുത്തു പകർന്നത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് തന്നെയാണ്. എന്തായാലും പുതിയ സൈനിക നവീകരണത്തിലൂടെ ഇന്ത്യ വീണ്ടും വിജയത്തിലേക്കുള്ള ജൈത്രയാത്ര തുടരുകയാണ്. ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ ലോകം അറിയുന്നത് പോലെ തന്നെയാണ് ഇന്ത്യയുടെ മറ്റു മേഖലകളിലെയും നേട്ടങ്ങൾ. എന്തായാലും പ്രതിരോധ രംഗത്ത് ഇന്ത്യ ഇനിയും കൂടുതൽ നവീകരണങ്ങൾക്കും കൂടുതൽ വിജയങ്ങളും സ്വന്തമാകട്ടെ. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.